നമുക്കൊരു വാർത്തയിലേക്ക് കൂടി പെട്ടെന്ന് കയറാം. കോഴിക്കോട് പേരാമ്പ്രയിൽ പോലീസ് ലാത്തിച്ചാർജിൽ ഷാഫി പറമ്പിൽ എംപിക്ക് പരിക്ക്. പേരാമ്പ്ര CKGM കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് നടത്തിയ പ്രതിഷേധത്തിലാണ് എംപിയുടെ മുഖത്ത് പരിക്കേറ്റത്. രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇതിലും വലിയ പരാജയം പേരാമ്പ്രയിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ശമ്പളം പാർട്ടി ഓഫീസിൽ നിന്നല്ല, ആ ഓർമ്മ വേണം. ഇപ്പൊ ചെയ്ത പണിക്കുള്ള മറുപടി അത് ഞങ്ങൾ നൽകുന്നതായിരിക്കും. പരിക്കേറ്റു. ഡിവൈഎസ്പിയുടെ കയ്യിൽ നിന്ന് സ്മോക്ക് ഷെൽ പൊട്ടിയാണ് പരിക്കേറ്റത്. വടകര ഡിവൈഎസ്പി ഹരിപ്രസാദിനാണ് പരിക്കേറ്റത്. രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രതീഷ്, എന്താണ് സംഭവം, വിശദമായെന്ന് പറയുമോ? ഹർഷൻ, ഇന്നലെ തെരഞ്ഞെടുപ്പായിരുന്നു, കലാലയങ്ങളിൽ തെരഞ്ഞെടുപ്പായിരുന്നു. UDF സഖ്യം CKGM കോളേജിൽ വിജയം നേടി. തുടർന്ന് വലിയ തരത്തിൽ ആഹ്ലാദ പ്രകടനവുമായി പേരാമ്പ്രയിൽ ടൗണിലെത്തിയ ഈ പ്രകടനത്തിന് നേരെ പോലീസ് പ്രകടനം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം LDF പ്രവർത്തകരും UDF പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉണ്ടാവും എന്ന വിവരത്തെ തുടർന്നായിരുന്നു അത്തരത്തിലൊരു പോലീസിന്റെ നിയന്ത്രണം ഉണ്ടായത്. തുടർന്ന് പോലീസും പ്രവർത്തകരും UDF പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് ടിയർ ഗ്യാസ് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാവുന്ന തരത്തിൽ വലിയ സംഘർഷം ഉണ്ടായിരുന്നു ഇന്നലെ. ഇതിനെ തുടർന്ന് ഈ സംഘർഷത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് ഷാഫി പറമ്പിൽ MPയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ പ്രതിഷേധ പരിപാടി നടത്തിയത്. ഈ പരിപാടിയിലാണ് ഇന്ന് ഇത്തരത്തിൽ അത് അക്രമാസക്തമാവുകയും പരസ്പരം കയ്യേറ്റത്തിലും ഒക്കെ കലാശിക്കുകയും ചെയ്ത് വലിയ അക്രമത്തിലേക്ക് പോകും. MPക്ക് ഈ ലാത്തിച്ചാർജിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. തുടർന്ന് UDF പ്രവർത്തകരൊക്കെ കൂടുതൽ പ്രദേശത്ത് എത്തുന്ന സാഹചര്യം ഉണ്ടായി. വലിയ സംഘർഷാവസ്ഥ പ്രദേശത്തുണ്ടായി. അത് ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകർ പലയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനവുമായി രംഗത്തിറങ്ങി കഴിഞ്ഞു. വലിയ പ്രതിഷേധത്തിന്റെ വേദിയായി കോഴിക്കോട് നാളെ കോൺഗ്രസ് പ്രവർത്തകർ മാറ്റുമെന്നതിൽ സംശയം. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. DCCയിൽ നിന്ന് അല്പസമയങ്ങൾക്കുള്ളിൽ പ്രതിഷേധ പ്രകടനം ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകർ ഈ DCCയിലേക്ക് ഉൾപ്പെടെ എത്തുന്ന സാഹചര്യമുണ്ട്. ഈ പരിക്കേറ്റ ഷാഫി പറമ്പിൽ MPയെ അല്പസമയങ്ങൾക്കുള്ളിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. പേരാമ്പ്രയിൽ നിന്ന് ഇവിടെയും കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും എത്തിച്ചേർന്നു. പോലീസിന്റെ അടിയേറ്റാണോ ഈ പരിക്കുണ്ടായിരിക്കുന്നത്? ഈ സംഘർഷത്തിനിടയിൽ പരിക്കേറ്റ് നെറ്റിക്ക് പരിക്കേറ്റു എന്നാണ് മനസ്സിലാവുന്നത്. ലാത്തിചാർജിനിടയിൽ തന്നെയാണ് ഇത് സംഭവിച്ചെന്നാണ് ഈ UDF പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും പറയുന്നത്. പോലീസ് MPയെ മർദ്ദിച്ചു എന്ന തലത്തിൽ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെതിരെ വലിയ പ്രതിഷേധമുണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ. ആ പ്രതിഷേധം ജില്ലയിലാകമാനം വ്യാപിപ്പിക്കാനാണ് കോൺഗ്രസും UDFും ഇപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങളിലാണ് അവരുടെ പാർട്ടി പ്രവർത്തകർ. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾക്ക് കോഴിക്കോട് ജില്ല മാത്രമല്ല ഒരുപക്ഷെ സംസ്ഥാനത്ത് ആകപ്പാടെ ഈ പോലീസ് നടപടിക്കെതിരെ MPയെ മർദ്ദിച്ച ഈ സാഹചര്യത്തിൽ, മർദ്ദനമേറ്റ സാഹചര്യത്തിൽ അത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ തന്നെയാണ്, പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകാൻ തന്നെയാണ് കോൺഗ്രസും UDFും തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള ഒരുക്കങ്ങൾ പാർട്ടി കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. എന്നാലും അല്പസമയങ്ങൾക്കുള്ളിൽ ഷാഫി പറമ്പിൽ MPയെ കൂടുതൽ ചികിത്സയ്ക്കായി, വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും എന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ഇതിനിടയിൽ ആശുപത്രിയിലേക്ക് MPയെ എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ നമുക്ക് കാണാം. ഇത് കർഷക നല്ല ഗൗരവമായിട്ടുള്ള പരിക്കുണ്ട്. അത് കണ്ടോ, മുഖത്ത് നല്ല ചോരയുണ്ട്. അതിപ്പം നമ്മൾ ആ ദൃശ്യങ്ങൾ അങ്ങനെ കാണിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിന് നല്ല പരിക്കേറ്റുണ്ട്, മുഖത്ത് ചോര. മാത്രമല്ല ഇത്തവണ ഈ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് എല്ലാം വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പായിരുന്നു. പലതരം മാറ്റങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ. അതിൻ്റെ ഒരു വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. MPക്കൊക്കെ അദ്ദേഹത്തിന് പ്രത്യേകിച്ചും ഒരു ഇത്തരത്തിൽ പരിക്കേൽക്കുക എന്ന് വെച്ചാൽ അത് കുറച്ച് നോക്കൂ, കടന്ന സാഹചര്യമാണത്. നിറയെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് വരികയാണെന്ന് തോന്നുന്നു അല്ലേ? അതെ.